വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി PR വില്യം സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാകുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് കാട്ടാക്കട PR വില്യം സ്കൂൾ മാതൃകയാകുന്നത്. ഇതിനായി വീടുകൾ തോറും കേന്ദ്രീകരിച്ച് കുട്ടികളെത്തുകയും പഴയ പത്രങ്ങളും ഉപയോഗശൂന്യമായ സാധനങ്ങളും ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ശേഖരിക്കുന്ന സാധനങ്ങൾ സ്കൂളിലെത്തിച്ച് തരംതിരിക്കും. എന്നിട്ടാണ് വിൽപ്പന നടത്തുന്നത്. സ്കൂൾ അധ്യാപകനായ ജോയ് ഓലത്താനിയുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരമാവധി തുക പാഴ്വസ്തുക്കൾ വിറ്റ് ശേഖരിക്കുകയാണ് ഉദ്ദേശമെന്ന് NSS അംഗങ്ങൾ പറഞ്ഞു. വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയും ഈ ആഴ്ച തന്നെ വയനാട് വീട് വെച്ച് നൽകുന്നതിനായി കൈമാറും. നിരവധി കുട്ടികളാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തിനുമപ്പുറം മികച്ച സാമൂഹ്യബോധം സൃഷ്ടിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. 150 വീടുകളാണ് NSS വയനാട്ടിൽ നിർമ്മിക്കുന്നത്. മനസ്സിലാവട്ടെ, ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ 150 വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ വോളണ്ടിയേഴ്സ് നമ്മുടെ ഈ ഗ്രാമത്തിലെ NSSന്റെ ബത്ത് ഗ്രാമമുണ്ട്, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നും വേസ്റ്റ് സാധനങ്ങൾ, സ്ക്രാപ്പുകൾ എല്ലാം ശേഖരിക്കുകയും അത് വിറ്റ് അതിനുള്ള ധനം സമാഹരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NSS യൂണിറ്റിലെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സുമായി 98 കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. ഈ 98 കുട്ടികളും ഇപ്പോൾ ഫീൽഡിലാണ്. അവരെ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് പലതരത്തിലായിട്ട് തിരിക്കുന്നു. പേപ്പർ പ്രത്യേകം, ഇരുമ്പ് സാധനങ്ങൾ പ്രത്യേകം, അങ്ങനെ പ്രത്യേകമായി തരംതിരിച്ചുകൊണ്ട് അതിനെ ഇന്ന് വിറ്റ് ലഭിക്കുന്ന കാശ് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ള ഒരു പ്രവർത്തനമാണ് NSS ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ സപ്തദിന ക്യാമ്പ് 21-ാം തീയതി ആരംഭിക്കുന്നു. അതിന്റെ മുന്നോടിയായി ഇന്ന് തന്നെ ഇവർക്ക് ക്യാമ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവനും NSS ആക്ടിവിറ്റിക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുക. ഞാൻ കേരള സ്കൂളിലെ NSS ഫസ്റ്റ് ലീഡറാണ്. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രാപ്പ് ചാലഞ്ചാണ്. വയനാട് ദുരന്തത്തിൽ പോയിട്ടുള്ള ലക്ഷക്കണക്കിന് വീടുകൾ നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് നമ്മുടെ NSSന്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു 150 വീട് വെച്ചുകൊടുക്കാനാണ് നമ്മുടെ ഒരു പദ്ധതി. നമ്മുടെ ഈ പദ്ധതിക്ക് ഓരോ യൂണിറ്റും നമ്മൾ 20,000 രൂപ കളക്ട് ചെയ്ത് കൊടുക്കണം. അതിനെ നമ്മൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവർക്കും ചെലവില്ലാതെ വളരെ ഹാർംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്ക്രാപ്പ് ചാലഞ്ച്. നമ്മളിപ്പം ഫീൽഡ് വർക്കായിട്ട് നമ്മൾ ഓരോ വോളണ്ടിയേഴ്സും നാട് മൊത്തം നടന്ന് നമ്മുടെ ദത്ത് ഗ്രാമത്തിലും ചുറ്റുപാടും എല്ലാം നടന്ന് നമ്മുടെ വീടുകളിലുള്ള ന്യൂസ് പേപ്പറും ഈ പ്ലാസ്റ്റിക്കും എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഇപ്പൊ ചെയ്യുന്നത്. എല്ലാം നമ്മളിപ്പോ ഡിവൈഡ് ചെയ്ത് ഓരോ ജനറലായിട്ട് തിരിച്ച് നമ്മൾ അങ്ങനെ ഇപ്പൊ ചെയ്യാൻ തീരുമാനിക്കുക. ഇത് വളരെ നമ്മളെ വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു ഇൻഫർമേഷണലും എഡ്യൂക്കേഷനും ആയിട്ടുള്ള വളരെ ഒരു നല്ല കാര്യമാണ്. ഇത് നമ്മുടെ NSS യൂണിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.